ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കൈജു നമ്പർ 8 എന്ന ജാപ്പനീസ് അനിമേ TV സീരീസിന്റെ സീസൺ 1 5ാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ ഇതിനു മുമ്പുള്ള എപ്പിസോഡുകളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. അതൊന്നും കാണാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ ദയവായി ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് തന്റെ പരീക്ഷ പൂർത്തിയാക്കാൻ പ്രോത്സാഹിപ്പിച്ചതിന് കഫ്ക ഹിബിനോ ലെനോ ഇച്ചിക്കാവയ്ക്ക് നന്ദി പറയുന്നതാണ്. കഫ്കയുടെ പെട്ടെന്നുള്ള ഈ മാറ്റം കണ്ട് ലെനോ സന്തോഷിക്കുന്നു. എന്നാൽ അടുത്ത ദിവസം അവരുടെ പരീക്ഷയുടെ ഫലങ്ങൾ ലഭിക്കുന്നു. എന്നാൽ റിസൾട്ട് തുറന്നു നോക്കും മുന്നേ കഫ്ക പരിഭ്രാന്തനാകുന്നു. അവൻ ആ കത്ത് തുറക്കും മുന്നേ മീനയുടെ കൂടെ ഡിഫൻസ് ഫോഴ്സിൽ പ്രവർത്തിക്കുന്നത് കഫ്ക സങ്കല്പിക്കുന്നു. തുടർന്ന് ഡിഫൻസ് ഫോഴ്സ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഡിഫൻസ് ഫോഴ്സ് ഓഫീസർമാരായി തിരഞ്ഞെടുക്കപ്പെട്ടവരെ അഭിവാദ്യം ചെയ്യുന്നത് കാണിക്കുന്നു. അവിടെ വെച്ച് അധികം താമസിക്കാതെ മീന ഷിനോമിയെ ഒരു ഔദ്യോഗിക പ്രതിരോധ സേന അംഗമായി നിയമിക്കുന്നു. ഷിനോമിയയ്ക്ക് തന്റെ നേട്ടത്തിൽ അഭിമാനിക്കുന്നതായി തോന്നുന്നുവെങ്കിലും തന്നെ രക്ഷിച്ചതിനാൽ കഫ്കയ്ക്ക് പരീക്ഷയിൽ വിജയിക്കാനായില്ലെന്നും പകരം കഫ്ക ചെയ്ത കാര്യത്തിൽ തന്നെ പുകഴ്ത്തുകയും ചെയ്യുന്നതിൽ കുറ്റബോധം തോന്നുന്നു. എന്നിരുന്നാലും കഫ്ക ഒരു കൈജു ആണെന്ന കാര്യത്തിൽ അവൾ അപ്പോഴും ആശയക്കുഴപ്പത്തിലാണ്. അപ്പോഴാണ് കഫ്ക ആ ഹോളിലേക്ക് പ്രവേശിക്കുന്നത്. വൈകി വന്നതിൽ അവൻ അവിടെയുള്ളവരോട് മാപ്പ് പറയുന്നു. മുറിയിലേക്ക് വരുന്ന കഫ്കയെ കാണുമ്പോൾ മീന ഡിഫൻസ് ഫോഴ്സ് പരീക്ഷാർത്ഥികളെ കുറിച്ച് ചർച്ച ചെയ്ത മീറ്റിംഗിനെ കുറിച്ച് ചിന്തിക്കുന്നു. മറ്റുള്ള പരീക്ഷാർത്ഥികളിൽ വെച്ച് ഏറ്റവും കുറവ് ഇന്റേണൽ മാർക്ക് ഉണ്ടായിരുന്നത് കഫ്കയ്ക്കായതിനാൽ അവനെ പരാജയപ്പെടുത്തുവാൻ മറ്റുള്ള അംഗങ്ങൾ നിർദ്ദേശിച്ചപ്പോൾ മീന അതിൽ വിമുഖത കാണിച്ചിരുന്നു. എന്നാൽ അത് ഉറക്കെ പറയുന്നതിന് മുന്നേ വൈസ് ക്യാപ്റ്റനായ ഷോഷിറോ ഹോഷിന അവൾക്ക് മുന്നേ തന്നെ കഫ്കയെ ഡിഫൻസ് ഫോഴ്സിൽ അംഗമാക്കണമെന്ന് കമ്മിറ്റിയിൽ നിർദ്ദേശിക്കുന്നു. മറ്റുള്ളവരിൽ നിന്ന് കഫ്കയ്ക്ക് കൈജുകളെ പറ്റിയുള്ള അറിവ് കൂടുതലാണെന്ന് അദ്ദേഹം കാരണവും പറയുന്നു. തുടർന്ന് കഫ്ക പരീക്ഷ പാസ്സായതിൽ ഇഹാറു അത്ഭുതപ്പെടുന്നു. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം കഫ്കയും മീനയും പരസ്പരം നോക്കുന്നു. ഇതിനുശേഷം മീന പുതിയ അംഗങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിനിടയിൽ അപകടകാരികളായ കൈജുകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അതിനാൽ ഡിഫൻസ് ഫോഴ്സിൽ അവരുടെ ജീവന് യാതൊരു ഉറപ്പുമില്ല എന്നും പറയുന്നു. എന്നാലും കൈജുവിനെതിരെയുള്ള യുദ്ധത്തിൽ അവരുടെ കവചമായി മീന എപ്പോഴും അവരുടെ മുന്നിൽ തന്നെ ഉണ്ടാകുമെന്ന് അവർക്ക് ഉറപ്പു നൽകുന്നു. കഫ്ക അപ്പോൾ അബദ്ധത്തിൽ മീനയെ ഉച്ചത്തിൽ അഭിസംബോധന ചെയ്യുന്നു. ചുറ്റുമുള്ള ആളുകളെല്ലാം ഞെട്ടിക്കൊണ്ട് അവനെ നോക്കുന്നു. താൻ എപ്പോഴും അവളുടെ അരികിൽ ഉണ്ടാകുമെന്ന് കഫ്ക ഉറപ്പു നൽകുന്നു. തുടർന്ന് തന്റെ ബാല്യകാല സുഹൃത്തിനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അഭിസംബോധന ചെയ്യേണ്ട വന്ന കാര്യത്തിൽ അയാൾ പരിഭ്രാന്തനാകുന്നു. സുപ്പീരിയർ ഓഫീസറെ പേരെടുത്ത് വിളിച്ചതിന് കഫ്കയ്ക്ക് ശിക്ഷ നൽകാൻ ആദ്യം മീന മടിക്കുന്നു. എങ്കിലും അയാൾക്ക് അവൾ 100 പുഷപ്പ് പണിഷ്മെന്റായി നൽകുന്നു. ഇത് കണ്ട് സോഷിറോ പൊട്ടിച്ചിരിച്ചുവെങ്കിലും മീന ചിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അയാൾ അത്ഭുതപ്പെടുന്നു. പിന്നീട് കൊനോമി സോഷിറയോട് കഫ്കയെ ഡിഫൻസ് ഫോഴ്സിൽ എടുക്കാൻ തീരുമാനിച്ചത് ഒരു പക്ഷേ മികച്ച ആശയമല്ലായിരിക്കുമെന്ന് സൂക്ഷ്മമായി പറയുന്നു. എന്നാൽ സോഷിറോയ്ക്ക് അവനെ ഡിഫൻസ് ഫോഴ്സിൽ നിലനിർത്തുവാൻ വേറെ ചില കാരണങ്ങളും ഉണ്ടായിരുന്നു. കഫ്ക പണിഷ്മെന്റ് കിട്ടിയ പുഷപ്പ് ചെയ്യുന്നത് കാണുമ്പോൾ കഫ്കയ്ക്ക് കൈജു നമ്പർ 8 ബന്ധമുണ്ടെന്നും അതിന്റെ ചുരുളയക്കാൻ തീരുമാനിച്ചുവെന്നുമുള്ള തന്റെ ഊഹാബോധങ്ങളെക്കുറിച്ച് സോഷിറോ വീണ്ടും ചിന്തിക്കുന്നു. പ്രതിരോധ സേനയിൽ കഫ്കയും മറ്റുള്ളവരും ചേർന്ന് 2 മാസം കഴിയുന്നു. ലെനോ തന്റെ ഷൂട്ടിംഗ് സ്കിൽസ് പരിശീലിക്കുന്നു. കൂടാതെ അവന്റെ കോമ്പാക്ട് ഫോഴ്സ് 18% മെച്ചപ്പെടുത്തി എടുക്കുന്നു. സോഷിറോ ഇത് നിരീക്ഷിക്കുകയും ലെനോയുടെ പെട്ടെന്നുള്ള ഇംപ്രൂവ്മെന്റിൽ മതിപ്പുളവാക്കുകയും ചെയ്യുന്നു. ഇഹാറുവും ലെനോയ്ക്കൊപ്പം പരിശീലനം നടത്തുകയും അവനുമായി താരതമ്യേന മത്സരിക്കുകയും ചെയ്യുന്നു. എന്നിരുന്നാലും ഷിനോമിയ 55%
കോമ്പാറ്റ് ഫോഴ്സ് വർദ്ധിപ്പിക്കുകയും എല്ലാവരിലും മുന്നിൽ നിൽക്കുകയും ചെയ്യുന്നു. കൂടാതെ പരിശീലനത്തിൽ വെറും 1 സെക്കൻഡിനുള്ളിൽ എല്ലാ ലക്ഷ്യങ്ങളും അവൾ പരാജയപ്പെടുത്തുകയും ചെയ്യുന്നു. ലെനോയും ഇഹാറുവും അവളുടെ ശക്തിയിൽ അത്ഭുതപ്പെടുകയും അസൂയ ഉള്ളവരാകുകയും ചെയ്യുന്നു. ഇവർക്കിടയിലുള്ളതുപോലെ ഹാറുയിച്ചിക്കും ആവോയ്ക്കും ഇടയിൽ ആരാണ് മികച്ചത് എന്ന് തെളിയിക്കുവാനുള്ള ആരോഗ്യപരമായ മത്സരം നടക്കുന്നുണ്ട്. ഇതൊക്കെയാണെങ്കിലും കഫ്ക തന്റെ ശക്തി 0-ൽ നിന്ന് 1% ഉയർത്തിയതിൽ സന്തോഷിക്കുകയും ഷിനോമിയോട് ഇത് പറഞ്ഞ് ആവേശഭരിതനാകുകയും ചെയ്യുന്നു. പക്ഷെ അവൾ അതിനെക്കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കുന്നതായി തോന്നുന്നില്ല. അവൻ സ്വയം അഭിമാനിക്കുന്നുവെങ്കിലും ഇപ്പോൾ ഉള്ള 1% കോമ്പാറ്റ് ഫോഴ്സ് ഉപയോഗിച്ച് 3 മാസത്തിനുള്ളിൽ എളുപ്പത്തിൽ പുറത്താക്കപ്പെടുമെന്ന് സോഷിറോ കഫ്കയോട് പറയുന്നു. അന്ന് വൈകുന്നേരം ഹോട്ട് സ്ട്രീമിൽ ആണുങ്ങളുടെ കൂട്ടം കുളിച്ച് രസിക്കുന്നു. കഫ്ക തന്റെ ആശയങ്ങൾ സ്വന്തം കോമ്രേഡുകളുമായി പങ്കുവെക്കുകയും ചെയ്യുന്നു. പക്ഷേ ലെനോയുടെയും ഇഹാറുവിന്റെയും മത്സരം അപ്പോഴും നിലനിൽക്കുന്നു. അവർ അവരിൽ ആർക്കാണ് കൂടുതൽ ബോഡി ഉള്ളത് എന്ന് പറഞ്ഞ് മത്സരിക്കുന്നു. എന്നാൽ ഉപയോഗശൂന്യമെന്ന് തോന്നുന്ന കാര്യങ്ങളുടെ പേരിൽ വഴക്കുണ്ടാക്കരുതെന്ന് കഫ്ക അവരോട് പറയുന്നു. എന്നാൽ അവന്റെ കുടവയർ കാണുമ്പോൾ അവർ അവനെ കളിയാക്കുന്നു. ആ സമയം അവരുടെ അലർച്ച കേട്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ ആവോയ് ആകാംക്ഷഭരിതനായി അവിടേക്ക് വരുന്നു. അവന്റെ മസ്കുലറായ ബോഡി കണ്ടപ്പോൾ ഇഹാറുവും ലെനോയും അവരുടെ വഴക്കുകൾ ഉടൻ അവസാനിപ്പിക്കുന്നു. ശേഷം കുളിക്കുന്നതിനിടയിൽ ഇഹാറു അവരെല്ലാം പ്രതിരോധ സേനയിൽ ചേരാൻ പ്രചോദനമായതെന്താണെന്ന് ചോദിക്കുന്നു. കൂടെ തന്നെ മുൻപ് മീന ഒരു കൈജുവിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ടെന്നും അന്നു മുതൽ അവളെയും മറ്റുള്ളവരെയും ആരാധിച്ചിരുന്നതായും അവൻ വെളിപ്പെടുത്തുന്നു. അപ്പോൾ അവിടെ ഉള്ളവരെല്ലാം പ്രതിരോധ സേനയിൽ ചേരാൻ കാരണം മീന തന്നെയാണെന്ന് കഫ്ക മനസ്സിലാക്കുന്നു. അപ്പോൾ അവർ കഫ്കയോട് ഡിഫൻസ് ഫോഴ്സിൽ ചേരാനുള്ള കാരണം ചോദിക്കുന്നു. കഫ്ക സ്വന്തം ഉദ്ദേശങ്ങൾ പറഞ്ഞുകൊണ്ട് തുടരുന്നു. താനും മീനയും ബാല്യകാല സുഹൃത്തുക്കളായിരുന്നുവെന്ന് മറ്റുള്ളവരോട് പറയുന്നു. അത് അവരെ ഞെട്ടിക്കുകയും കഫ്കയുടെ ബാക്കി കഥകൾ കേൾക്കാൻ പ്രലോഭിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഷിനോമിയ കുളി കഴിഞ്ഞ് പുറത്തു വരുമ്പോൾ ലെനോ ഒഴികെയുള്ള പുരുഷ സംഘം കഫ്കയുടെ കഥ കേട്ട് വിശ്വസിക്കാൻ വയ്യാതെ തറയിൽ കിടക്കുന്നത് കാണുന്നു. അപ്പോൾ 3 മാസത്തിനുള്ളിൽ തന്റെ കഴിവുകൾ വർദ്ധിപ്പിച്ചില്ലെങ്കിൽ പുറത്താകുമെന്ന് ഷോഷിറോ പറഞ്ഞതിനെക്കുറിച്ച് കഫ്ക വീണ്ടും ചിന്തിക്കുന്നു. സ്വയം പുറത്താകാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് കഫ്ക അന്നു മുതൽ കഠിനാധ്വാനത്തിലൂടെ തന്റെ കോമ്പാക്ട് ഫോഴ്സ് വർദ്ധിപ്പിക്കാൻ തീരുമാനിക്കുന്നു. അവൻ അതിനുവേണ്ടി കഠിനമായി പരിശ്രമിക്കുന്നു. ഒരു ദിവസം സോഷിറോ കഫ്കയെ ഒറ്റയ്ക്ക് കാണുകയും മീനയെക്കുറിച്ച് കഫ്ക പറഞ്ഞതെല്ലാം താൻ കേട്ടെന്ന് സമ്മതിക്കുകയും ചെയ്യുന്നു. അപ്പോൾ കഫ്ക മീനയുടെ കൂടെ നിന്ന് യുദ്ധം ചെയ്യാനുള്ള തന്റെ ഉദ്ദേശത്തെപ്പറ്റി ഷോഷിറയോട് പറയുന്നു. എന്നാൽ കഫ്കയുടെ ഉദ്ദേശം ഷോഷിറയുടെ വൈസ് ക്യാപ്റ്റൻ പദവിയാണെന്ന് അയാൾ തെറ്റിദ്ധരിക്കുന്നു. അതുകൊണ്ട് തന്റെ സ്ഥാനം എന്തു വില കൊടുത്തും നിലനിർത്താൻ തീരുമാനിച്ചതായി ഷോഷിറോ പറയുന്നു. ആ സമയം രാത്രിയിൽ ഒരു കൈജു കിടന്നു വരുന്നു എന്ന അലാറം അടിക്കുന്നു. അപ്പോൾ സോഷിറോ കഫ്കയോട് തന്റെ ആദ്യത്തെ മിഷന് വേണ്ടി തയ്യാറായിക്കോ എന്ന് പറയുന്നു. അവിടെ 5ാമത്തെ എപ്പിസോഡ് തീരുന്നു. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോകൾ മിസ്സാവാതിരിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഗുഡ് ബൈ.